ഹേ ഗൈസ് വെൽക്കം ബാക്ക്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്തുവാന്നുള്ളതിൻ്റെ ഒരു ഇൻട്രഡക്ഷനും ഓവർവ്യൂ ആയിരുന്നല്ലോ തന്നിരുന്നത്. ഇപ്പം ഈ വീഡിയോയിൽ നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിലോട്ട് കടക്കുക. അപ്പം ഫസ്റ്റത്തെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ്. ഈ AS1 നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സാണ് അവിടെ എഴുതിയേക്കുന്നത്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഫണ്ടമെൻ്റൽ അക്കൗണ്ടിങ് അസംഷൻസ് ഉണ്ട്, നേച്ചർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ് ഉണ്ട്, ഏരിയാസ് ഓഫ് ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് പോളിസീസ് ഉണ്ട്, കൺസിഡറേഷൻസ് ആൻഡ് സെലക്ഷൻ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ് ഉണ്ട്, ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒബ്ജക്റ്റീവ്സിലോട്ട് പോവാം. അപ്പം ഒബ്ജക്റ്റീവ്സ് പറയുമ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞ് തുടങ്ങാം, ഒരു സിമ്പിൾ എക്സാമ്പിൾ. ഇപ്പം ഫോർ എക്സാമ്പിൾ കമ്പനി എ എന്ന് പറയുന്നത് ഈ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെന്ന് വെക്ക്. കമ്പനി ബി മറ്റേ റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡ്. അപ്പം ഈ രണ്ട് കമ്പനീസും ഇന്ന മെത്തേഡാണ് ഡിപ്രിസിയേഷൻ വാല്യൂ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതെന്ന് ഡിസ്ക്ലോസ് ചെയ്തില്ലെങ്കിൽ ഈ കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ വിചാരിക്കും രണ്ട് കമ്പനീസിൻ്റെയും പ്രോഫിറ്റ് കമ്പയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കുമെന്ന്, അല്ലേ? ബട്ട് ആക്ച്വലി അങ്ങനെയാണോ? ഡിപ്രിസിയേഷൻ്റെ മെത്തേഡ് മാറുമ്പം പ്രോഫിറ്റിൽ ചേഞ്ച് വരും. അപ്പം പ്രോഫിറ്റ് ഡിഫറെൻറ്റാണ്. എന്തുകൊണ്ടാണ്? ഈ രണ്ട് അക്കൗണ്ടിങ് പോളിസീസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഡിസ്ക്ലോഷർ എന്ത് മാറ്റും? കൺഫ്യൂഷനും കുറയ്ക്കും, ഒരു ഫെയർ കമ്പാരിസൺ നടത്താനും പറ്റും. അതേണ്ട ഇവിടെ പറഞ്ഞേക്കുന്നത്. Purpose of the standard is to promote better understanding of financial statements through an accounting standard, the disclosure of significant accounting policies and the manner in which accounting policies are disclosed in the financial statement. Such disclosure would also facilitate a more meaningful comparison between financial statement or different enterprises. അതാ പറഞ്ഞേക്കുന്നത്. ഡിസ്ക്ലോഷർ ചെയ്യുമ്പോൾ നമുക്ക് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കമ്പയർ ചെയ്യാനും അതിൻ്റെ കുറേ കൺഫ്യൂഷൻസും കാര്യങ്ങളുമൊക്കെ ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്ന യൂസേഴ്സിന് അതിൻ്റെ കൺഫ്യൂഷനൊന്നും വരത്തില്ല. അതിനാണ് ഇത് ഡിസ്ക്ലോസ് ചെയ്യണമെന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ ഡിസ്ക്ലോസ് ചെയ്യണമെന്നുള്ളത് നമ്മൾ അങ്ങോട്ട് പഠിക്കും. അപ്പം നെക്സ്റ്റ് ഇതാണ് ഒബ്ജക്റ്റീവ്സ്. നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു അക്കൗണ്ടിങ് പോളിസി എന്ന് പറഞ്ഞൊരു വേർഡ് നമ്മൾ നേരത്തെ കേട്ടായിരുന്നില്ലേ? എന്തുവാണെന്നത് അക്കൗണ്ടിങ് പോളിസീസ് എന്ന് നോക്കാം. അക്കൗണ്ടിങ് പോളിസി എന്ന് പറയുന്നത് ഒന്നുമില്ല, കുറച്ച് സ്പെസിഫിക് റൂൾസാണ്, മെത്തേഡ്സ് ആൻഡ് പ്രാക്ടീസസ് ദാറ്റ് എ കമ്പനി ചൂസസ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വേർഡാണ്. ടു ഫോളോ വൈൽ പ്രിപ്പയറിങ് ഇറ്റ്സ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഫുഡ് ഉണ്ടാക്കാനായിട്ട് ഒരു ഫുഡ് ഐറ്റം ഉണ്ടാക്കാൻ നമുക്ക് പല ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യാം. സെയിം ഫുഡ് രണ്ടുപേരുണ്ടാക്കുമ്പം പല ഇൻഗ്രീഡിയൻസ് അവർ രണ്ടുപേരും യൂസ് ചെയ്യും. അതേ കണക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എല്ലാം ഇവിടെ ഒരേ കണക്ക് തന്നെ. പക്ഷേ ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ കുറേ മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സ് ഒരു കമ്പനിക്ക് അവരുടെ കമ്പനിയിൽ ഏത് മെത്തേഡ് യൂസ് ചെയ്യണമെന്ന് അവർക്ക് ചൂസ് ചെയ്യാം. അതാണ് പ്രിൻസിപ്പിൾസ് പ്ലസ് മെത്തേഡ്സ് ഓഫ് അപ്ലൈയിങ് ദ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മൾ എക്സാമ്പിൾ. ഇൻവെൻ്ററി വാല്യൂ ചെയ്യാൻ കമ്പനിക്ക് വേണമെങ്കിൽ FIFO മെത്തേഡും യൂസ് ചെയ്യാം, വെയ്റ്റഡ് ആവറേജും യൂസ് ചെയ്യാം. അവർ ചൂസ് ചെയ്യുന്ന മെത്തേഡാണെന്ത്? അവരുടെ പോളിസി. ഇൻവെൻ്ററി വാല്യുവേഷനിലുള്ള അവരുടെ പോളിസി എന്ന് പറയുന്നത് അതാണ്. അങ്ങനെയാണ് വാല്യുവേഷൻ ഓഫ് ഇൻവെൻ്ററിയുടെ കേസ് നമ്മൾ പറയുന്നത്. പിന്നെ പറയുന്നത് എന്താ? പോളിസീസ് മസ്റ്റ് ബി കൺസിസ്റ്റൻ്റ് എവരി ഇയർ. പോളിസീസ് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്നും എടുത്തിട്ട് മാറ്റരുത്, അത് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ഓരോ വർഷവും പുതിയ പുതിയ പോളിസീസ് ഒന്നും കൊണ്ടുവരാൻ പാടില്ല. ഇപ്പം അങ്ങനെ ചേഞ്ച് ചെയ്യണമെന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പനി അത് എന്ത് ചെയ്യണം? ഡിസ്ക്ലോസ് ചെയ്യണം. ചുമ്മാ ഡിസ്ക്ലോസ് ചെയ്താൽ പോരാ, അതിൻ്റെ എഫക്റ്റ്, പ്രോഫിറ്റിലുണ്ടായതിൻ്റെ എഫക്റ്റ്, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ അതിൻ്റെ എഫക്റ്റ് ഉണ്ടായത് എല്ലാം കാണിക്കണം. അതായത് പോളിസിയിൽ ചേഞ്ച് വരുത്തിയാൽ അത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ അത് അഫക്റ്റ് ചെയ്യും.
അപ്പം അഫക്റ്റ് ചെയ്യുമ്പം അത് ആ പോളിസി എന്തിന് ചേഞ്ച് ചെയ്ത്, ഏത് എമൗണ്ട് മാറ്റി, പ്രോഫിറ്റിൽ അത് എങ്ങനെ ഇമ്പാക്റ്റ് ഉണ്ടാക്കി, ഇപ്പം പോളിസി മാറ്റിയില്ലായിരുന്നെങ്കിൽ പ്രോഫിറ്റ് എത്ര വന്നേനെ, ഇതെല്ലാം കാണിക്കണം പോളിസി ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ. ഇതാണ് അടുത്തത്. പിന്നെ നമ്മളിവിടെ ഇൻവെൻ്ററിയുടെ വാല്യുവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മെത്തേഡ് മാറിയപ്പോൾ ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസി എന്ന് പറഞ്ഞു. ഇതിൻ്റെ കേസ് ഡിപ്രിസിയേഷൻ്റെ കേസ് വരുമ്പം നമ്മളതിന് ചേഞ്ച് ഇൻ എസ്റ്റിമേറ്റ് എന്നും കൂടെ പറയാറുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എനിക്ക് കൊല്ലത്തുനിന്ന് ട്രിവാൻഡ്രം വരെ പോകണമെങ്കിൽ ബസ്സിലും പോവാം, എനിക്ക് ട്രെയിനിലും പോവാം. ഞാൻ ബസ് ചൂസ് ചെയ്ത്, അതെൻ്റെ പോളിസി. ഇപ്പോൾ ഡിപ്രിസിയേഷൻ്റെ കേസ് വരുവാണെങ്കിൽ ഡിപ്രിസിയേഷൻ കണ്ടുപിടിക്കാൻ ഇപ്പം സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് യൂസ് ചെയ്യാം, റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡും യൂസ് ചെയ്യാം. അത് അക്കൗണ്ടിങ് പോളിസിയാണ്, ആ മെത്തേഡ് ചൂസ് ചെയ്യുന്നത്. ഇനി അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് എന്തോന്ന് നോക്കാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ വിചാരിച്ച് കൊല്ലം തൊട്ട് തിരുവനന്തപുരം വരെ പോകാൻ 3 മണിക്കൂർ എടുക്കുമെന്ന്. പക്ഷേ അത് ആക്ച്വലി 2 മണിക്കൂറേ എടുത്തുള്ളൂ. അപ്പോൾ ആ സമയമെടുത്തതാണോ എസ്റ്റിമേറ്റ്. ഡിപ്രിസിയേഷൻ്റെ കേസിൽ ഇത് വരുമ്പം മെഷീൻ ഇപ്പം ഡിപ്രിസിയേഷൻ നമ്മൾ മെഷീൻ്റെ കണ്ടുപിടിക്കുന്നത്. ഇപ്പം മെഷീൻ 10 വർഷം ലാസ്റ്റ് ചെയ്യുമെന്ന് നമ്മൾ വിചാരിച്ച്, പക്ഷെ പിന്നാണ് നമ്മളത് റിയലൈസ് ആയത് 8 വർഷമേ നിൽക്കത്തുള്ളെന്ന്. ആ കണക്ക് അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ 50,000 കിട്ടുമെന്ന് നമ്മൾ വിചാരിച്ച്, പക്ഷെ എത്ര റിയലൈസ് ചെയ്തുള്ളൂ, 20,000 വന്നുള്ളൂ. അതാണ് എസ്റ്റിമേറ്റ്. അപ്പോൾ ചേഞ്ച് ഇൻ ഡിപ്രിസിയേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് പോളിസിയും ചേഞ്ച് ഇൻ ചാർജ്, അതായത് ആ വാല്യൂ മാറുന്നത് ഒക്കെ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ എസ്റ്റിമേറ്റ് എന്നും കൂടെ പറയും. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ അക്കൗണ്ടിങ് അസംഷൻസ് ആണ്. ഫണ്ടമെൻ്റൽ അക്കൗണ്ടിങ് അസംഷൻസ് എന്ന് പറയുമ്പം 3 ഉണ്ട്: ഗോയിങ് കൺസേൺ, കൺസിസ്റ്റൻസി, അക്രൂവൽ. ഇപ്പോൾ ഗോയിങ് കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ദ എൻ്റർപ്രൈസ് വിൽ കണ്ടിന്യൂ ഇറ്റ്സ് ഓപ്പറേഷൻസ് ഇൻ ദ ഫോർസിയബിൾ ഫ്യൂച്ചർ ആൻഡ് ഹാസ് നോ ഇൻറ്റൻഷൻ ഓർ നെസസിറ്റി ഓഫ് ലിക്വിഡേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബിസിനസ് ഇന്ന് തുടങ്ങുകയാണെങ്കിൽ അത് നാളെ അടച്ച് പൂട്ടുമെന്നും പറഞ്ഞല്ല നമ്മൾ ഇരിക്കുന്നത്, അക്കൗണ്ടിങ് ചെയ്യുന്നത്. അത് ആ ബിസിനസ്സിന് ഫ്യൂച്ചറിൽ അങ്ങനെ പൊക്കോണ്ടേ ഇരിക്കും എന്നുള്ളൊരു അസംഷനിലാണ് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അസറ്റൊക്കെ കോസ്റ്റിൽ കാണിക്കുന്നത്, അല്ലാതെ സെയിൽ വാല്യൂവിലല്ല നമ്മൾ കാണിക്കുന്നത്. അത് ഈ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്, ആ ഒരു അസംഷൻ ഉള്ളതുകൊണ്ട്. നെക്സ്റ്റ് വരുന്നത് കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി സെയിം അക്കൗണ്ടിങ് പോളിസി എന്തുവാന്നൊക്കെ നമ്മൾ നേരത്തെ നോക്കി. സെയിം അക്കൗണ്ടിങ് പോളിസി തന്നെ അടുത്ത അങ്ങോട്ടുള്ള വർഷവും യൂസ് ചെയ്യും. അതാണ് അസംഷൻ. ഇപ്പോൾ ഇതിനകത്ത് എക്സാമ്പിൾ കൊടുത്തേക്കെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഫിഫോ ഈ വർഷം സ്റ്റോക്ക് വാല്യൂ ചെയ്യാൻ ഫിഫോ യൂസ് ചെയ്ത്, നമ്മൾ അടുത്ത വർഷവും ഇത് തന്നെ യൂസ് ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അക്കൗണ്ടിങ് പോളിസി അങ്ങനെ കൂടെ മാറ്റാനൊന്നും പറ്റത്തില്ലാന്ന്. അപ്പോൾ അതാണ് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, എന്നാലേ കമ്പാരിസണും അതൊക്കെ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് അക്രൂവൽ. അതായത് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ദ പീരിയഡ് വിച്ച് ദേ ഒക്കർ, നോട്ട് വെൻ വിച്ച് ഇസ് റിസീവ്ഡ് ഓർ പെയ്ഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ആ ഒരു ട്രാൻസാക്ഷൻ, ആ ഒരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ അത് ഹാപ്പൻ ചെയ്യുമ്പോൾ അത് റെക്കോർഡ് ചെയ്യണം, അല്ലാതെ ക്യാഷ് നമ്മുടെ കൈ കിട്ടിയിട്ട് അങ്ങനെയല്ല. റെക്കോർഡ് വെൻ ഇറ്റ് ഹാപ്പൻസ്, നോട്ട് വെൻ ക്യാഷ് കംസ് ഓർ ഗോസ്. അതാണ് അക്രൂവൽ അസംഷൻ പറയുന്നത്. ഉണ്ടോ, ഫ്രണ്ട് ഇസ് ഡ്യൂ ഇൻ മാർച്ച് ബട്ട് പെയ്ഡ് ഇൻ ഏപ്രിൽ ബട്ട് സ്റ്റിൽ ഷോൺ ഇൻ മാർച്ച് അക്കൗണ്ട്. അപ്പം ഇത്രയാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ അക്കൗണ്ടിങ് അസംഷൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ അസംഷൻസ് ഒക്കെ ഫോളോ ചെയ്താൽ അത് ഡിസ്ക്ലോസ് ചെയ്യണ്ട നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിനകത്ത്. പക്ഷേ ഇതൊന്നും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. അതാണ് പറയുന്നത്. നെക്സ്റ്റ് ഇനി നമുക്ക് കുറച്ചും കൂടി പഠിക്കാനുണ്ട്. ഇത് ഞാൻ പാർട്ട് 2 സെക്കൻഡ് പാർട്ടായിട്ട് അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും.
അപ്പോൾ നിങ്ങൾ ഇത്രയും ഒന്ന് നോക്കി വെക്കുക. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക, റിപ്ലൈ തരുന്നതായിരിക്കും. സോ ഈ നെക്സ്റ്റ് പാർട്ട് ഉടനെ വരുന്നതായിരിക്കും. സോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരും ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ട്. സോ താങ്ക് യു.